ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ അതിഥിയായിട്ടുള്ളത് പാസ്റ്റർ കെ ബാബു ആണ്. വൈക്കം സ്വദേശിയായ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു. ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹീതനായൊരു സഭാശുശ്രൂഷകനായി വൈക്കം സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, തലയോലപ്പറമ്പിലുള്ള IPC സെൻറ്ററിൻ്റെ ശുശ്രൂഷകളും അദ്ദേഹം നിർവഹിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ ശുശ്രൂഷ അനുഭവങ്ങൾ, ദൈവം തന്നെ നടത്തിയ വിധങ്ങൾ, ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനാജനകമായ അനുഭവങ്ങളിൽ കർത്താവിൻ്റെ കരം കൂടെ ഇരുന്നത് ഒക്കെ അദ്ദേഹം നമ്മളോട് പറയുവാൻ പോവുകയാണ്. സ്വാഗതം ചെയ്യാം ഒരിക്കൽ കൂടെ പാസ്റ്റർ കെ ബാബുവിനെ. പ്രൈസ് ലോർഡ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ, ആരംഭം, കർത്താവിലേക്ക് വന്ന അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ വലിയ തകർച്ചകളിൽ നിന്ന് ദൈവശബ്ദം കേട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ ഒരു വിശ്വാസിയായി മാറിയത് വരെയുള്ള കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. പിന്നീട് എന്താ സംഭവിച്ചത്? കർത്താവിനെ അറിഞ്ഞ ശേഷം ഞാൻ ദൈവവചനം ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ബിസിനസ്സുകളൊക്കെ ഒന്നുകൂടി വികസിപ്പിക്കാൻ തയ്യാറായി. കോട്ടയം ട്രാൻസ്ഫർ സ്റ്റാൻഡിൻ്റെ അടുത്തൊരു മുറി, സാബു ആൻഡ്രൂസ് പാസ്റ്റർ എന്ന് പറഞ്ഞ കോട്ടയത്തൊരു പാസ്റ്ററുണ്ട്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുറി ഞാൻ ചെന്ന് അഡ്വാൻസ് എടുത്തിട്ട് അടുത്ത 1-ാം തീയതി ഒരു ബിസിനസ് അവിടെ തുടങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്നു. 94 വിശ്വാസത്തിൽ വന്നു. ഇത് 95-ലാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പലരും എന്നോട് ആലോചന പറഞ്ഞിട്ടുണ്ട്, ദൈവവേലയ്ക്ക് വിളിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ. അപ്പം ഞാൻ വേല ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്നതിൽ നിന്ന് എന്തെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. വീണ്ടും എന്നോട് പറഞ്ഞിട്ട്, അല്ല, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അപ്പോൾ എനിക്ക് ദൈവവേലയ്ക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും? ഞാൻ ഈ ബിസിനസ്സിലൊക്കെ നിൽക്കുന്നു, ആ രീതിയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്നാൽ 95 ഒരു മീറ്റിങ്ങിൽ ചേർത്തലയിൽ ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഒരു മീറ്റിങ്ങിൽ പോയിരുന്നപ്പോൾ അന്ന് ശുശ്രൂഷിച്ച ദൈവദാസൻ ആലോചന പറഞ്ഞു വന്നപ്പോൾ പൗലോസിൻ്റെ കപ്പൽ യാത്രയെക്കുറിച്ചും അതിൻ്റെ തകർച്ചയെക്കുറിച്ചുമൊക്കെ അന്ന് വചനം പ്രസംഗിച്ചിട്ട് എൻ്റെ നേരെ പോലെ വിരൽ ചൂണ്ടിട്ട് പറയാണ്, തകർന്നതിനേക്കാൾ തകർച്ചകൾ മുമ്പിലുണ്ട്, രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഇറങ്ങിക്കോ എന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ വചനം എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. അപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അന്ന് രാത്രിയിൽ വീട്ടിൽ വന്നിട്ട് മുറി അടച്ചകത്ത് കയറിയിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്താ കർത്താവിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണ്? വേലയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ ഇറങ്ങണം? ആ കാര്യത്തെക്കുറിച്ച് എന്നോട് അരുളി ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ദൈവം എന്നോട് കൃത്യമായിട്ട് ഇടപെട്ടു. നീ എനിക്കുള്ളവനാണ്, എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ സമർപ്പിക്കപ്പെടണമെന്ന് എന്നോട് കർത്താവ് ആവശ്യപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചൊരു വേദഭാഗമെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ച വേദഭാഗവും എന്നെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാൻ എൻ്റെ അകത്തൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ പോക്കറ്റിലൊരു വലിയ പേഴ്സ് കിടപ്പുണ്ട്. ഇതുപോലെ വലിയൊരു പേഴ്സ് അന്ന് ഉപയോഗിക്കും. കർത്താവ് വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഈ പേഴ്സ് എടുത്ത് മേശപ്പുറത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അവിടുന്ന് പറയുന്ന വേല ഞാൻ ചെയ്യാം. എൻ്റെ പേഴ്സിനകത്ത് കാലിയാകാതെ എനിക്കുള്ളത് നീ തരണം എന്നൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ വേലയ്ക്ക് വേണ്ടി ഒരാളുടെയും നിർബന്ധമില്ലാതെ ഞാൻ കർത്താവിനെ സ്വീകരിച്ച അതേപോലെ തന്നെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. അതിനുശേഷം ഞാൻ തീരുമാനമെടുത്തനുസരിച്ച് എൻ്റെ ബിസിനസ്സുകൾ ഓരോന്ന് ഒഴിവാക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഞാൻ ഈ മുറിക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പുതുപ്പള്ളിയിൽ ആ ദിവാസൻ്റെ വീട്ടിലെത്തി. 5000 രൂപ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നതാണ്, ബാക്കി പൈസ കൊടുത്ത് 1-ാം തീയതി ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ പാസ്റ്റർ എനിക്ക് മുഖം തരാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ നിൽക്കുക. ഞാൻ അല്പം കഴിഞ്ഞിട്ട്, പാസ്റ്റർക്ക് എന്ത് പറ്റി എന്നൊക്കെ പറയും. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. അപ്പോൾ പാസ്റ്ററാണെങ്കിലും എന്നെ ബാവുച്ചായെന്നാണ് വിളിക്കണേ. ഉറങ്ങിയില്ല ബാവുച്ച, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അടുത്തിരുന്നപ്പോൾ ഞാൻ ഈ മുറി ഒഴിവാക്കണം കാര്യം എങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരിക്കുക.
ലാസ്റ്റ് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇന്നലെ ഒരു യോഗത്തിന് പോയി, ഇങ്ങനെ രാത്രി ഇങ്ങനൊരു കാര്യം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി എന്നെ ചാടി കെട്ടിപ്പിടിച്ചിട്ട് പുള്ളി പറയുക, ഇന്നലെ രാത്രി ദൈവം എന്നോട് ഇടപെട്ടു, കർത്താവിൻ്റെ വേലയ്ക്കുള്ള ആളെ നീ പിടിച്ച് ബിസിനസ് വിടുവാണെന്ന് ദൈവം എന്നോട് ഇടപെട്ടു. പൗച്ചനെടുത്ത തീരുമാനം കൃത്യം തീരുമാനമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു, വേല ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദൈവാസനം അന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ ഞാൻ തീരുമാനമെടുത്തു. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാര്യമൊക്കെ എൻ്റെ മനസ്സിലോട്ട് വന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ട് നമുക്കൊരു മിഷൻ ട്രിപ്പ് പോകാമെന്നും പറഞ്ഞ് ഡൽഹിക്കൊരു യാത്ര. അദ്ദേഹത്തിന് ശുശ്രൂഷയുള്ള ആളാണ്. യാത്രയ്ക്ക് പോയ കൂടത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു, എന്നെയും കൂടി ചേർത്ത് ഞങ്ങൾ 4 പേര് ഡൽഹിക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് നോയിഡ ഉൾപ്പെടെയുള്ള പല സഭകളിലും എന്നെ അദ്ദേഹം കൊണ്ടുപോയി. ഞാൻ കർത്താവിനെ അറിഞ്ഞതിനെക്കുറിച്ച് ആ ചർച്ചയിലൊക്കെ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെറിയൊരു പനി എനിക്ക് ബാധിച്ചിട്ട്, അന്നത്തെ ഒരു വല്ലാത്തൊരു പനിയായിരുന്നു, ഞാൻ കിടപ്പിലായിപ്പോയി. അപ്പോൾ ഇവരെന്നെ അവിടെ ഒരു ഫേസ് 2 എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഉണ്ട് നോയിഡയിൽ. അവിടെ ഫേസ് 2 ഒരു ഹോസ്പിറ്റലിൽ ഇവർക്ക് പരിചയമുള്ളിടത്ത് എന്നെ കൊണ്ടുപോയി അവരവിടെ ചുമതലപ്പെടുത്തിയിട്ട് ഇവർ പല സ്ഥലത്തും പോയി. ഞാൻ ശരിക്കും ഒരു ഒറ്റപ്പെട്ട അനുഭവത്തിലോട്ട് വന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ഉള്ളുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കിടപ്പിലായിപ്പോയല്ലോ, എനിക്ക് വർത്തമാനം പറയാൻ പോലും ഒരാളില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ വളരെ വിഷമിച്ചു. അല്പം കുറവൊക്കെ കിട്ടിയപ്പോൾ ഞാനൊരു നടക്കാൻ വേണ്ടി റോഡിലോട്ട് ഇറങ്ങി. എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു അനുഭവമാണത്. റോഡിലോട്ട് ഇറങ്ങി ഞാൻ നടക്കുമ്പോൾ, ഡൽഹിയിലെ വലിയ റോഡാണ്, അതായത് 4-5 വരി പാതയാണ്, വണ്ടികൾ ഇങ്ങനെ ഇഷ്ടംപോലെ പോകുന്ന ഒരു സ്ഥലം. ഞാനവിടെ ചെന്നിട്ട് ആ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, ഈ കല്ലുകൊണ്ട് കെട്ടിയത്. ഞാനവിടെ പോയി ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഓ കർത്താവേ, അങ്ങയുടെ ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങിയത്, പക്ഷേ ഞാൻ ഡൽഹി വന്നിട്ട് എനിക്ക് അവരുടെ കൂടെ ഒന്ന് പോകാൻ പറ്റിയില്ലല്ലോ, എന്താ എനിക്കിങ്ങനെ പറ്റിയത്, എന്നെ കൈവിട്ട് കളഞ്ഞോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്ന് ഞാൻ ഇച്ചിരി നിരാശയിലോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ഇരുന്നിടത്തുനിന്ന് ഒരു മരത്തിൻ്റെ കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പിൽ നിന്ന് ഒരിച്ച നീളമുള്ളൊരു പുഴു നേരെ താഴോട്ട് വീണു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഒരു പുഴു നേരെ താഴോട്ട് വീണു. താഴോട്ട് വീണിട്ട് ആ പുഴു നേരെ റോഡിലോട്ട് ഇറങ്ങുക. റോഡിലോട്ട് ഇറങ്ങി എഴയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് പറയും, ഇപ്പം അത് അരിഞ്ഞു പോകും. കാരണം പടുപടാന്ന് 6-7 വണ്ടി പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ പെട്ടെന്ന് വണ്ടി പോകുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും പുഴു 2-3 മറിഞ്ഞ് റോഡിൽ കിടക്കുക. പക്ഷേ അത് വണ്ടി കയറി അരയുന്നില്ല. ഞാൻ അതിശയപ്പെട്ടു പോയി. ഈ 1, 2, 3, 4 വണ്ടി പോകുന്ന സ്ഥലങ്ങൾ, റോഡിൻ്റെ പാതകൾ ഈ പുഴു പിൻഗമിച്ച് അപ്പുറത്തേക്ക് ഈ പുഴു ഇഴഞ്ഞ് പറമ്പിലേക്ക് എത്തിപ്പോയപ്പോഴത്തേക്കും കർത്താവിനോട് പറയുക, ഈ പുഴുവിനെ ഞാൻ നടത്തിക്ക് നിന്നെ എത്ര അധികമെന്ന്. ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ നട റോഡിലിരുന്ന് എൻ്റെ യേശുവിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്നിട്ട് കർത്താവ് പറയുക, ആ പുഴുവിനൊരു പോറലേക്കാതെ ഞാൻ അതിനെ അവിടെ കൊണ്ട് എത്തിച്ചെങ്കിൽ നിന്നെ ഞാൻ എത്ര അധികമായി നടത്താൻ വിശ്വസ്തനാണ് എന്ന കർത്താവിൻ്റെ ശബ്ദം ഇന്നും എന്നെ ധൈര്യപ്പെടുത്തി നിർത്തുന്ന ഒരനുഭവമാണ് ദൈവം എനിക്ക് നൽകിയത്. എനിക്ക് കുറേ കൂടി ബലം ദൈവം നൽകി, വേലയ്ക്കിറങ്ങാനുള്ള ഒരു ഉന്മേഷം എനിക്ക് നൽകി. പനിയെല്ലാം മാറി ഞാൻ അവരുടെ കൂടെ വീണ്ടും റെഡിയായിട്ട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ തയ്യാറായി. ഞാൻ അതിനുശേഷം നാട്ടിലോട്ട് വന്നു. കുമ്പനാട് പോയി ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള അഡ്മിഷൻ ഞാൻ എടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഈ ബൈബിൾ വായിച്ചപ്പോൾ ഈ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യഹൂദർ ആ വചനം എന്നെ വലിയ ടച്ച് ചെയ്തു. അപ്പം ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെന്ന് ആളുകൾ പറയുന്ന പോലെ എനിക്ക് പ്രാപിച്ചിട്ടില്ല. ഞാൻ ഉടനെ അത് പ്രാപിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. പാലായിൽ 3 ദിവസം പോയി ഉപവാസം ഇരുന്നു. ഇന്നൊക്കെ ഈ ആത്മാവിനെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും ഒക്കെ ആളുകൾ സംശയം പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ, ഞാൻ ഈ പറയുന്ന ഈ കാര്യത്തിലെല്ലാം ആളുകൾ പറഞ്ഞുള്ള അറിവല്ല, 100% ഉറപ്പാണ്. 100% അനുഭവത്തിലുള്ള ഉറപ്പ് എനിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചയിൽ പറഞ്ഞ പോലെ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിനെന്നുള്ള വചനം പോലെ എൻ്റെ അനുഭവമാണ്.
ഇതാരും പറഞ്ഞു കേട്ട കാര്യമൊന്നുമല്ല ഞാനീ പറയണം. അപ്പം ഞാനിത് പ്രാപിക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം ഉപവസിച്ച് പാലാ ചർച്ചിലിരുന്ന് പ്രാർത്ഥിച്ചു. അവരെല്ലാം പറഞ്ഞു നന്നായിട്ട് കൈയടിച്ചു, ബലം കെട്ടി പരിശുദ്ധാത്മ പ്രാപിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും ഇല്ല, പ്രാപിച്ചിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങൾ കണ്ടായിരുന്നു. ഞാൻ പറയും നിങ്ങൾ കണ്ടാലും എനിക്കത് അങ്ങനെ മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യം എന്ന് വെച്ചെന്നാൽ ഞങ്ങളുടെ വൈക്കത്തുള്ള ഒരു സഹോദരി ബാംഗ്ലൂരാണ് അവർ വർക്ക് ചെയ്യുന്നത്, കർത്താവിൻ്റെ പേര്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാബു ബ്രദറെ എൻ്റെ കൂടെ വരാമോ, അവിടെ ഫാസ്റ്റിംഗ് ഉണ്ട്, അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയും ചെയ്യാം, ദൈവം ആത്മശക്തിയെ നിറച്ചെന്ന ഞങ്ങളുടെ ആ ചർച്ചിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടുകൂടി അവരുടെ കൂടെ പോയി. അങ്ങനെ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് ഞാൻ രണ്ടാമത് ഡൽഹി പോയതുപോലെ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ചെന്നു ഉപവാസപ്രാർത്ഥനയാണ് 3 ദിവസം. ആ 1-ാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞു രാത്രി ആയപ്പോഴത്തേക്കും ഇവിടത്തേക്ക് ഭയങ്കര തണുപ്പാണ്. തണുപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തണുപ്പങ്ങ് വാചടിച്ച് ശ്വാസം മുട്ടൽ പോലെ വന്നിട്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു. എങ്കിലും ബുദ്ധിമുട്ടൊന്നും വന്നില്ല. 2-ാം ദിവസം ആയപ്പോൾ ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചെങ്കിലും ഈ പറഞ്ഞതുപോലൊരു അഭിഷേകം എന്നിൽ വന്നതായിട്ട് എനിക്ക് ബോധ്യം കിട്ടിയില്ല. അന്ന് രാത്രി തണുപ്പ് കൂടുതൽ ബാധിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ അനുഭവിച്ചു. അവർ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അവർ വേണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ അവരോട് ബുദ്ധിമുട്ടി. അവർ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ പറഞ്ഞു കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എന്തേലും പറ്റിയ ഉത്തരവാദി കർത്താവാണ് എന്നുള്ള ആ ധൈര്യം പറഞ്ഞിട്ട് ഞാൻ മുറിക്കകത്ത് കയറി ഈ മുട്ടുകാല് മടക്കിയിട്ട് തല കൊണ്ട് താഴോട്ട് മുട്ടിക്കുമ്പോൾ ഇച്ചിരി ശ്വാസം വിടാനൊരു സുഖം കിട്ടി. അങ്ങനെ ഇരുന്ന് ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ഇതുപോലെ പ്രാർത്ഥനയ്ക്കിരിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞു, യോഗ അവസാനിച്ചു. എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു പാട്ട് പാടി നമുക്ക് ആരാധിക്കാം. യോഗം നിർത്താൻ പോവുക. 2 മണി സമയത്തോട് അടുത്ത് വന്ന സമയമാണ്. എല്ലാവരും എഴുന്നേറ്റ് ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാനും അവരുടെ കൂടെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. പെട്ടെന്ന് എൻ്റെ കാല് നിലത്തത് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ഒന്ന് കണ്ണടച്ച് തുറന്നൊന്ന് നോക്കിയിട്ട് ആരും കാലിൽ നിന്നും തൊടുന്നില്ല. വീണ്ടും ഞാൻ ആരാധിച്ചിട്ട് വീണ്ടും എൻ്റെ കാല് പറയുന്നത് പോലെ തോന്നി. ഞാൻ വീണ്ടും കണ്ണടച്ച് ആരാധിച്ചു. പെട്ടെന്ന് ഒരു ആത്മശക്തി ഇങ്ങോട്ട് വന്നിട്ട് ഒരു 6-8 അടി അകലെയുള്ള ഒരു പ്ലേസിലേക്ക്, ഒരു ബെഡിലേക്ക് ഞാൻ ചെന്ന് പൊങ്ങിച്ചെന്ന് ഒരു എന്തോ പറയണ കനമില്ലാത്ത പോലെ വീഴുക. കൈയടിക്കണമെന്നില്ല എനിക്കെന്തോ, പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ കൈകളും കാലുകളും എല്ലാം ചലിക്കാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അപ്പോൾ എന്നെ തന്നെ അങ്ങോട്ട് മറ്റൊരു ആത്മശക്തിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് ഞാനല്ല, എന്നെ ഒരാത്മാവ് ചലിപ്പിക്കുന്നത് ഞാൻ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ അകത്ത് പറഞ്ഞു, സമ്മതിച്ചു, കർത്താവേ നിൻ്റെ ആത്മാവ് എൻ്റെ വന്നു എന്ന് ഞാൻ ഉള്ളിൽ പറഞ്ഞു, ഇവരാരും കേൾക്കാതെ അന്യഭാഷ പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്ന് ഞാൻ അഭിഷേകം ശക്തമായി പ്രാപിച്ചു. ആ ആത്മാവിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മകനെ രോഗശാന്തി ശുശ്രൂഷയാണ് ഞാൻ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ദൂത് പറഞ്ഞു. ആ ദൂത് ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ അവിടെയുള്ള ചർച്ചുകളിലെല്ലാം ഞാൻ സാക്ഷ്യം പറഞ്ഞു. MA വർഗീസ് പാസ്റ്ററിൻ്റെ ചർച്ചിൽ അന്ന് ഡിസംബർ 31-ാം തീയതി 15 മിനിറ്റ് എനിക്ക് തന്നു. ഞാൻ അവിടെയും എൻ്റെ സാക്ഷ്യം പറയുവാൻ ദൈവം അവസരം തന്നു. അവിടുന്ന് മടങ്ങി വന്നിട്ടാണ് ഞാൻ കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. ഫീസ് കൊടുക്കാനൊന്നും അന്ന് മാർഗങ്ങളില്ല. ബിസിനസ്സുകളെല്ലാം നിർത്തി ലക്ഷങ്ങൾ കടബാധ്യതയിലായി. അപ്പോൾ എന്നോട് ഫീസ് കൊടുക്കാൻ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ദൈവം തന്നാൽ തരും. എനിക്കൊരു അഡ്മിഷൻ തന്നു, പൈസയൊന്നും അവർ ചോദിച്ചില്ല. എന്തായാലും ദൈവകൃപയാൽ ഞാൻ അഡ്മിഷൻ ലഭിച്ചു. ചെന്നപ്പോൾ തന്നെ ഞാൻ ക്ലാസ്സിൻ്റെ ലീഡറായിട്ട് അവരെന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നോ പറഞ്ഞെങ്കിലും അവരെന്നെ ലീഡറാക്കി വെച്ചു. അങ്ങനെ അവിടെ പഠനം തുടങ്ങിയതിലൂടെ ലീഡറായതുകൊണ്ട് എല്ലാ അധ്യാപകരെയും IPCയിലെ നേതൃനിരയിലുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ ദൈവം പ്രത്യേകിച്ചൊരു അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. അങ്ങനെ 3 വർഷത്തെ പഠനം IBCയിൽ പൂർത്തീകരിച്ചു. അടുത്ത വർഷം, അതായത് 99-ൽ PG കോഴ്സും പഠിച്ച് പൂർത്തീകരിക്കാൻ ദൈവം അവസരം നൽകി. KC ജോൺ പാസ്റ്ററാണ് എനിക്ക് ID കാർഡ് PG പഠിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് തന്നു. കാരണം TS എബ്രഹാം എന്നെ
പുതുപ്പള്ളി ചർച്ചിൽ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പഠനം തീരുന്നതിന് മുമ്പ് എന്നെ അയച്ചു. താൽക്കാലിക ഒരു ശുശ്രൂഷയ്ക്കാണ്. അങ്ങനെ ആദ്യമായിട്ട് സഭാ ചാർജ് ഞാൻ എടുത്തത് പുതുപ്പള്ളിയിലാണ്. അങ്ങനെ അവിടുത്തെ ആ സഭാ ചാർജ് കഴിഞ്ഞ ശേഷം, അതായത് ഈ സാബു ആൻഡ്രൂസ് വിദേശത്ത് പോയ ടൈമിലാണ്. അങ്ങനെ ആ സഭാ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ വൈക്കത്തേക്ക് വന്ന് വൈക്കം സെൻറ്ററിനോട് ചേർന്ന് കുറവലങ്ങാട് ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഞാൻ വേല ചെയ്തു. അങ്ങനെ വേല ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു, വൈക്കത്ത് കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ പ്രവർത്തിച്ച സ്ഥലമാണ് വൈക്കം. അതുകൊണ്ട് വൈക്കത്ത് എനിക്ക് കഴിയത്തില്ല എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു വേറെ എവിടെയെങ്കിലും. എങ്കിലും ദൈവം എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ വൈക്കം പട്ടണത്തിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത് പറഞ്ഞ സമയങ്ങൾ പോരാ, അത്ഭുതങ്ങളുടെ ദൈവം. ഞാൻ ആദ്യമായിട്ടൊരു ട്രാക്റ്റ് എഴുതി, ഒരു ദൈവം മനുഷ്യന്. പ്രിൻ്റ് ചെയ്യാൻ പൈസയില്ല, കാരണം വണ്ടിക്കൂലി പോലും ദൈവം തന്നാലേ ഉള്ളൂ. ഞാനും എൻ്റെ ഒരു സ്നേഹിതൻ ആൽവിൻ, ഇവിടെ തിരുവല്ലക്കാരനാണ്, ഞാനിത് ട്രാക്റ്റ് കൈവച്ച് പ്രാർത്ഥിച്ചു, പ്രിൻ്റ് ചെയ്യാൻ പൈസ തരണേ കർത്താവേ. അന്ന് വൈകുന്നേരം നമ്മുടെ കുമ്പനാടുള്ള ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് സജിച്ചൻ ആളെ വിട്ട് എന്നെ വിളിപ്പിക്കുക. ഞാനവിടെ ചെന്ന് പറഞ്ഞു, ബാബുപാസ്റ്റർക്ക് തരാൻ ഒരാളുടെ കുറച്ച് പൈസ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ട്രാക്റ്റ് അടിക്കാനുള്ള മുഴുവൻ പൈസയും അവിടുന്ന് ലഭിക്കുക. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ. കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠനം പൂർത്തിയാക്കിയത് പോലും അത്ഭുതമാണ്. അത് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ ഈ സമയത്തൊക്കെ അറിയണം, എൻ്റെ ഒരു മോളേ ഉള്ളൂ, അമ്മയാണ് മോളുടെ കൂടെ, അവരുടെ കാര്യങ്ങൾ നടക്കണം. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവം അത്ഭുതകരമായ വഴികൾ തുറന്നാണ് നടത്തിയത്. ഇനി എല്ലാം പറഞ്ഞ് സമയം കളയുന്നില്ല. PG കോഴ്സിൻ്റെ പഠനം പൂർത്തീകരിച്ചു. ഒരു അത്ഭുതം ഞാൻ പറയാൻ വേണ്ടി പറയും. കഴിഞ്ഞപ്പോൾ അധ്യാപകരെ വിളിച്ച് ചെറിയ ക്രമീകരണമെല്ലാം ചെയ്ത് ഞങ്ങൾ പിരിഞ്ഞു. വീട്ടിൽ പോകാവുന്നവരെല്ലാം പോയി. ഞാനും ഒരു 4-5 പേരും മാത്രം അവിടെ ശേഷിച്ചു. അപ്പോൾ മെസ്സെല്ലാം ക്ലോസ് ചെയ്തു. ശരിക്കും എൻ്റെ പോക്കറ്റ് നോക്കിയപ്പം 50 രൂപയുള്ളൂ. രാവിലെ കാപ്പി കുടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസയെല്ലാം തീർന്ന് നിൽക്കുന്ന ടൈമാണ്. അപ്പം ഞങ്ങളന്ന് അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. രാവിലെ പോകാമെന്നുള്ള രീതി ഞാൻ വിശ്രമിക്കുമ്പോഴത്തേക്കും ഇരവിപേരൂർ ചർച്ചിൽ നിന്നൊരു ബ്രദർ വന്നിട്ട് എന്നോട് പറയും, ഞങ്ങൾ ഫാസ്റ്റിംഗ് ബ്രദർ 21-ാം ദിവസമാണ്, ഇന്ന് വൈകിട്ട് ശുശ്രൂഷിക്കാനുള്ള ആളിനും അസൗകര്യമുണ്ട്, പാസ്റ്റർ വിളിക്കാൻ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ വന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടുമില്ല, ഇന്ന് PGയുടെ ചില പ്രോഗ്രാം നടക്കുകയായിരുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, കുളിച്ചിട്ടില്ല, എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, വേറെ 3-4 പേരുണ്ട്, ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല, പാസ്റ്റർ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം ഇതാണ്. അവർ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, കുളിക്കാൻ സമയമുണ്ട്, ഒരു 7 മണി ആകാറാകുമ്പോൾ ഞാനിങ്ങോട്ട് വരാം, അന്നേരം ഒരുങ്ങി വന്നാൽ മതി. ഞാൻ പിന്നെ അത് സമ്മതിച്ചു. അദ്ദേഹം എന്നെ 7 മണിക്ക് വന്ന് ഞാൻ പ്രാർത്ഥിച്ച് കുളിച്ച് റെഡിയായി നിന്നു. ഞാൻ ആ ഇരവിപേരൂർ ചർച്ചിൽ, IPC ചർച്ചാണ്, അവിടെ പോയി. വണ്ണുള്ളൊരു പാസ്റ്ററാണ്, ഇപ്പോഴും അവിടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ കനമുള്ള ശബ്ദമാണ്. ഞാനൊന്ന് പയ്യനാണ്. അപ്പോൾ എന്നെ ചെന്ന് ശുശ്രൂഷയ്ക്ക് എനിക്ക് ടൈം തന്നു. 9-ന് 10 മിനിറ്റുള്ളപ്പോൾ നിർത്തണമെന്നും പറഞ്ഞ് എനിക്ക് ടൈം തന്നു. ഞാൻ ദൈവവചനം പങ്കുവച്ചു. ശരിക്കും ആത്മാവിൽ കർത്താവ് എന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. 9-ന് 10 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ദൈവാസൻ ഒരു കുറിപ്പ് മേശപ്പുറത്ത് വെച്ചു. 9 മണി കഴിഞ്ഞാലും കുഴപ്പമില്ല, പൊക്കോട്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ 9:05 വരെ ശുശ്രൂഷിച്ചു. ആ ദിവാസൻ ബാക്കി ശുശ്രൂഷകൾ നിവർത്തിച്ച് ഒരു 9:15 കഴിഞ്ഞ് അന്ന് യോഗം തീർന്നത്. യോഗം എല്ലാം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട യോഗമായിരുന്നു. പാസ്റ്റർക്കും വിശ്വാസികൾക്കും സന്തോഷം. എനിക്ക് ഫുഡൊക്കെ തന്നു. പാസ്റ്റർ പെട്ടെന്ന് ഒരു കവർ എനിക്ക് തന്നു. എന്നിട്ട് അടുത്ത വീട്ടിൽ ഉള്ള ഒരു അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം ഒരു കവർ തന്നിട്ട് എന്നോട് പറഞ്ഞു, ശരിക്കും എൻ്റെ പോക്കറ്റിൽ 50 രൂപയും കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഇത് മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ചായനെ അങ്ങനെ പറയും. അപ്പം ഈ 1000-ൻ്റെ നോട്ടൊക്കെ ആദ്യം ഇറങ്ങിയ ടൈമാണ് അത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 50 രൂപ എന്ന് പറയുന്നത് എൻ്റെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ്. ചർച്ചിലെ പാസ്റ്റർ 300 രൂപ തന്നു, ഇദ്ദേഹം ഒരു 1000 രൂപയും തന്നു. ശരിക്കും ഞാൻ പറഞ്ഞ അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് മുഴുവനും. അങ്ങനെ അഭിഷേകത്തോടെ ദൈവം നടത്തി. PG കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി.
വൈക്കത്ത് ഞാൻ എൻ്റെ കുടുംബ വീട് വിട്ടിട്ട് വൈക്കത്ത് വന്ന് വാടകയ്ക്കൊരു വീടെടുത്ത് താമസം തുടങ്ങുമ്പോൾ 4 പേരെ സ്നാനപ്പെടുത്തിയാണ് ഞാൻ ഈ ശുശ്രൂഷകൾ വൈക്കത്ത് ആരംഭിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് സുവിശേഷ വേല ചെയ്ത് കർത്താവിനെ അറിഞ്ഞ് അനുഭവിക്കുന്ന 4 പേരെ സ്നാനപ്പെടുത്തിയാണ് പ്രാർത്ഥിച്ച് സഭായോഗം നടക്കുന്നത്. 2004 ടൗണിൽ ഈ വേല ആരംഭിക്കുന്നത്. അന്നു മുതൽ ദൈവം കൂടെ ഇരുന്ന് അത്ഭുതകരമായി നടത്തി. അങ്ങനെ ആ വീട്ടിൽ 2 വർഷം താമസിച്ചപ്പോൾ മാറേണ്ടി വന്നു. പിന്നെ വേറൊരു വീട്, അങ്ങനെ 5ാമത്തെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ വൈക്കത്ത് വേല ചെയ്യുന്നത്. 6ാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ ആരാധന നടക്കുന്നത്. അത് 2 നിലയുടെ മേളിലാണ് ആരാധന. പ്രായമുള്ളവർക്ക് വരാൻ പറ്റത്തില്ല. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾക്കൊരു സ്ഥലം വേണമെന്നുള്ള കാര്യത്തിന്. ശരിക്കും പറഞ്ഞാൽ ദൈവം അതിശയകരമായി നടത്തിയിട്ട് ഞാൻ ചർച്ചിൽ പറഞ്ഞു, 5 അപ്പം 2 മീനും വാഴ്ത്തി നുറുക്കി കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കയ്യിലുള്ളതൊന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. എനിക്കുള്ളത് മുഴുവൻ ഞാൻ തരാൻ തയ്യാറാണ്, നിങ്ങൾക്കുള്ളതും കൂടി വയ്ക്കാമോ എന്ന് ചോദിച്ചു. എല്ലാവരും കൂടി പങ്കിട്ട് തരാമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഒരു 7 ലക്ഷം രൂപയിൽ കൂടുതൽ ഇവർക്ക് ഉണ്ടാകത്തില്ല. 27 ലക്ഷം രൂപ വേണം ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന സ്ഥലം മേടിക്കണമെങ്കിൽ. ഈ പറഞ്ഞ കാര്യം റെഡിയാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ 3 മാസത്തെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്തു. ഈ സെപ്റ്റംബർ മാസം 2-ാം തീയതി 18 സെൻറ്റ് സ്ഥലം സഭയ്ക്ക് വേണ്ടി വാങ്ങിക്കാൻ ദൈവം കരുണ ചെയ്തു. ഒത്തിരി ദൈവം മക്കളുടെ പ്രാർത്ഥനയും സഹായവും. 7 ലക്ഷം രൂപയാണ് സഭയിൽ നിന്ന് ലഭിച്ചത്. എൻ്റെ കുറച്ച് കാര്യം കൂടിയൊക്കെ കൈകാര്യം ചെയ്തിട്ട് ബാക്കി പൈസകളെല്ലാം കർത്താവ് തന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സഭയിലുള്ളവരോട് പറഞ്ഞു, ഇനി എൻ്റെ സ്നേഹിതരെയോ മറ്റുള്ളവരെയോ എനിക്ക് സമീപിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റൂ. അപ്പോൾ ഒരു ഹോള് പെട്ടെന്ന് ഉണ്ടാകണം. അതിനുവേണ്ടി ഞങ്ങൾ വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ വൈക്കത്ത് വേലയുടെ കണ്ടീഷൻ. ഇപ്പോൾ 10, 60, 70 ആളുകൾ നമ്മുടെ കൂടെ കർത്താവിനെ ആരാധിക്കാനായിട്ട് കൂടി വരുന്നു. ദൈവം അതിശയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ വേല ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തലോപ്പമ്പ് സെൻറ്റർ പലരും നോക്കിയിട്ട് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 6 വേലക്കാർ മാത്രമായിട്ട് ചുരുങ്ങിയ സമയത്താണ് എന്നെ രാജുഭൂക്കാല പാസ്റ്ററും KC തോമസ് സാറും ഒക്കെ എൻ്റെ ചുമതല നിൽക്കുന്ന സമയത്താണ് എന്നെ ഈ സെൻറ്റർ ചുമതലപ്പെടുത്തുന്നത്. ഞാനത് പ്രാർത്ഥനയോടെ ഏറ്റെടുത്തു. ഇന്ന് 10-14 ദിവസന്മാർ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അനുഗ്രഹീതമായ നിലയിൽ പ്രവർത്തനങ്ങൾ പോകുന്നു. ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ UAE പോകാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഒന്നും ഞാൻ വണ്ടിക്കൂലി മുടക്കിയോ ഞാൻ പോകണമെന്ന് ആവശ്യപ്പെട്ട് പോയിട്ടില്ല. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് എന്നെ വിളിക്കുകയോ ആരെങ്കിലും വരണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. ദൈവം അയച്ചാൽ പോകും. ഞാൻ വണ്ടിക്കൂലി മുടക്കി പോകത്തില്ല. അത് എൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ ആ നിലയിലാണ്. ഇനി ഞാൻ ഒരു പ്രാവശ്യം കർത്താവിൻ്റെ ദാസനെ വിദേശത്ത് പോയി. എൻ്റെ ഷൂ ഒരല്പം പഴകിയതായിരുന്നു. ദൈവം ചെയ്യുന്ന കാര്യം, ഞാൻ ആദ്യത്തെ യോഗത്തിന് പോകുമ്പോഴത്തേക്കും അല്പം നടന്ന ബിൽഡിങ്ങിലോട്ട് കയറണമായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് നടന്നപ്പോൾ എൻ്റെ ഷൂവിൻ്റെ അടിയിലെത്തിയ ഇതങ്ങ് വിട്ടുപോയി. ഇത് വലിച്ചുകൊണ്ടങ്ങ് പോകാൻ പറ്റുമോ? ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, അയ്യോ കടയുള്ളിടത്തായിരുന്നു നമുക്കൊരെണ്ണം മേടിക്കാമായിരുന്നല്ലോ, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ വിഷമിച്ചു. ഞാൻ ആ കാറയിലിരുന്നിട്ട് ഈ സഹോദരൻ പോയി ഈ ചെരുപ്പൊന്ന് തുന്നി കൊണ്ടുവന്നിട്ടാണ് ഇട്ടുകൊണ്ട് ഈ വീട്ടിലോട്ട് കയറിയത്. പ്രാർത്ഥന നടക്കുന്ന വീട്ടിലോട്ട് കയറി. വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് കയറി ആ ദിവസത്തിനകത്തോട്ട് കയറിയപ്പോൾ ഞാൻ ഈ ഡോറിൻ്റെ ആ മറയിൽ നിന്നിട്ട് ഇങ്ങനെ ഷൂ ഇങ്ങനെ പൊക്കി കർത്താവിനോട് പറഞ്ഞു, കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാം. ഒറ്റ വാക്ക് ഞാൻ കർത്താവിനോട് പറഞ്ഞ് ഷൂ താഴെ വെച്ച് ഞാൻ യോഗത്തിൽ പോയിരുന്ന് ദൈവവചനം പ്രസംഗിച്ചു, ഭക്ഷണമെല്ലാം കഴിച്ചു, ഇറങ്ങി ഈ ഷൂ ഇടാനായിട്ട് വന്ന് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ വീട്ടിലെ ആൻറ്റി ഓടി വന്ന് പോകല്ലേ എന്നും പറഞ്ഞ് ഡോറ് തുറന്ന് ഇങ്ങ് ഇറങ്ങി വരിക. എന്നുവെച്ചും ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് വെച്ച് പറയുക, ഇതൊന്ന് പാസ്റ്റർക്ക് പറ്റുമെന്നൊന്ന് നോക്കിക്കുകയെന്ന് പറഞ്ഞു. തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് 2 പുതിയ ഷൂവാണ്. ഞാനത് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കാലിന് കൃത്യം പാകം. എന്നുവെച്ചാൽ ഇതന്നെ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അച്ചായന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, അച്ചായൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, അച്ചായന് കിടക്കത്തില്ല ഇത്.
അതാ പാസ്റ്റർക്ക് വേണ്ടി ദൈവം പേടിപ്പിച്ചാന്ന് പറഞ്ഞു. ആ ഷൂ ഞാൻ ഇടാനിടയായി. ഞാൻ എൻ്റെ ജീവിതാനുഭവം വെച്ച് പറയുകയാണ്, അത്ഭുതങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നും എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എൻ്റെ കുടുംബ വീട് വിറ്റു. ഞാൻ വീട് വിൽക്കാൻ കാരണം കടബാധ്യതയായിരുന്നു. വാടക വീട്ടിലാണ്. എല്ലാം തീർത്തിട്ട് വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു കൺവെൻഷനൊക്കെ വൈക്കത്ത് നടത്തി 95,000 രൂപ എൻ്റെ മൂത്ത മകളുടെ പേരിൽ അങ്ങോട്ട് ബാങ്കിലിട്ടു. വേറെ 10 പൈസ ഇല്ലായിരുന്നു. അവിടെ കല്യാണം മനോഹരമായി ദൈവം നടത്തി. മോളിപ്പോൾ എവിടെ? 5 വയസ്സ് മോള് വിവാഹം കഴിച്ചു. അവർ കർത്താവിൻ്റെ വേലയിലായിരുന്നു, ബീഹാറിലായിരുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റൊക്കെ ഉണ്ടായി, വയ്യാതെ വന്നപ്പോൾ ഞാൻ അവരെ നാട്ടിലോട്ട് വിളിച്ചു. ഇപ്പോൾ വൈക്കത്ത് എൻ്റെ കൂടെ ഉണ്ട്. അവൻ മിനിസ്ട്രി ചെയ്യുന്ന കൂട്ടത്തിലാണ്. വൈക്കത്ത് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. രണ്ടാമത്തെ മോള് BSc ഒപ്റ്റോമെട്രിയാണ്. അത് പഠിച്ച് അത് കഴിഞ്ഞിട്ടൊരു ജോലിയിൽ പ്രവേശിച്ചു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അവളുടെ വിവാഹം നടന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്യുക. അതും അത്ഭുതമാണ്. കാരണം ഈ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും അത്ഭുതമാണെന്ന് പറയാം. പഠിക്കുന്ന സമയത്ത് അവൾ മെഡിസിന് പോകാൻ താല്പര്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇത് എഴുതിയെടുക്കാമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ എഴുതിയിട്ട് അവൾക്ക് കിട്ടിയില്ല. അവൾക്ക് നേഴ്സിങ്ങിന് പോകാൻ താല്പര്യമില്ല. പിന്നെ അത് സെലക്ട് ചെയ്തതാണ് BSc ഒപ്റ്റോമെട്രി. അങ്ങനെ ഒരു മെഡിക്കൽ വിഭാഗത്തിൽ അവൾക്ക് താല്പര്യപ്പെട്ട് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പഠിക്കാൻ കൊണ്ട് ചേർത്തപ്പോഴത്തേക്ക് ഭയങ്കര ഫീസുകൾ കൊടുക്കണമായിരുന്നു. മാർഗ്ഗമില്ലാത്ത പല സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഫീസ് പോലും മുടങ്ങിയിട്ടില്ല. ഒരു അവധി പോലും പറയാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടില്ല. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ ഈ കോട്ടയത്തൊരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് ഒരു അത്ഭുതം ആ വീട്ടിൽ ചെയ്തു. ആ പ്രിയപ്പെട്ടവൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞാൻ ഫീസ് കൊടുക്കാൻ നാളെ ഫീസ് കൊടുക്കണം ഇരിക്കുമ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എവിടെ? ഞാൻ പറഞ്ഞു വൈക്കത്തുണ്ട്. ഇവിടം വരെ ഒന്ന് വരാമോ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. 90,000 രൂപ കൊടുക്കണം ഫീസ്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നപ്പോൾ പുള്ളി ഒരു കവറ് തന്നു. ഞാൻ വീട്ടിൽ കൊണ്ട് കവറ് തുറന്ന് നോക്കിയപ്പോൾ 90,000 രൂപ. എൻ്റെ ആവശ്യം ഞാൻ ഉറപ്പിച്ച് പറയും, എൻ്റെ ആവശ്യം ഞാൻ അറിയുന്നതിന് മുമ്പ് അറിഞ്ഞ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് വരെ എന്നെ നടത്തിയ ദൈവം വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞ മൂത്തമ്മയുടെ കല്യാണം ദൈവമാണ് നടത്തിയത്. ഇളയ കുഞ്ഞിൻ്റെ പഠനം ദൈവമാണ് നടത്തിയത്. പഠനം കഴിഞ്ഞ് ജോലി പ്രവേശിച്ച് വിദേശത്ത് വിടാനായിട്ടൊരു പ്ലാൻ ചെയ്തു. അവളുടെ എക്സാം എഴുതിയിട്ട് അത് ലഭിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടേ അവൾ വിദേശത്ത് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ വിവാഹത്തിനൊരു പരസ്യം കൊടുത്തു. പെട്ടെന്നൊരു കല്യാണം നടന്നു. അതാ 2 മാസം മുമ്പ് കല്യാണം നടന്നു. ശരിക്കും പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ കല്യാണത്തിന് ചിലവായി. 1 രൂപ ഞാൻ ഉണ്ടാക്കിയതല്ല. അതാത് സമയത്ത് വേണ്ടതുപോലെ ദൈവം കാര്യങ്ങളെ നടത്തി തന്നു. ഇനി എൻ്റെ ആളുകളൊക്കെ എന്നെ ഒത്തിരി പഴിച്ചു, നീ വലിയ ദൈവത്തെയാണ് വിളിക്കുന്നത്, പക്ഷെ നിനക്ക് കിടപ്പാടമുണ്ടോ? വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ വിറ്റ വീടിനേക്കാൾ മനോഹരമായ വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് സ്വന്തം വീടില്ലല്ലോ. അങ്ങനെ ഒരു ഭാരം എനിക്കില്ല. കാരണം എൻ്റെ സമ്പത്തെന്ന് പറയുന്നത് യേശുവാണ്. യേശുവാണ് എൻ്റെ സമ്പത്ത്. യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഞാൻ ഇന്നും അത് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതം നടന്നു. കഴിഞ്ഞ വർഷം വൈക്കത്തുള്ളൊരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, പാസ്റ്ററെ ഒരു 3.5 സെൻറ്റ് സ്ഥലം ഞാൻ തന്നാൽ മേടിക്കുമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് പറയാം. ചാടി വീണില്ല. വീഴാത്തതിൻ്റെ കാരണം ദൈവം അപ്പുറത്തൊരു 36 സെൻറ്റ് സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3.5 മേടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിട്ട് പറയാം. ദൈവം ഇതല്ലേ വാങ്ങിക്കണ്ട. ആ രീതി ഞാൻ പറഞ്ഞു. 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശരി നല്ല മനസ്സോടെ തരുവാണ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3.5 സെൻറ്റ് സ്ഥലം എനിക്ക് തന്നു. സ്ഥലം ഞാൻ എഴുതി വാങ്ങിക്കാൻ നേരത്തെ ഈ എഴുതാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. അതുപോലും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു ദൈവഭൃത്യൻ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ലഭിച്ചിട്ടുണ്ട്, അത് എഴുതി വാങ്ങണം, അതിനെന്നാ ചിലവ് വരും? ഞാൻ ആ ചിലവാകുന്നത് 70,000 രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം ആ പൈസ തന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടോ? ഈ പല ആളുകളും ഈ ക്രിസ്തീയ ജീവിത അനുഭവം പറയുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, കഷ്ടത പറയുന്ന ആളുകളുണ്ട്. കഷ്ടതയെന്ന് അവർ കയറാറില്ല. അപ്പോൾ തന്നെ അങ്ങനത്തെ ആളുകൾ സമൃദ്ധി പറയുന്നവരെ കുറ്റം പറയാറുണ്ട്. സമൃദ്ധി പറയുന്നവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ അനുഭവിക്കുന്നുമുണ്ട്. ഞാൻ കഷ്ടതയും പറയുന്നില്ല, സമൃദ്ധിയും പറയുന്നില്ല. ഞാൻ യേശുവിനെ പറയുന്നത്. യേശു സകലത്തിനും മതിയായവന്. ഇനി കഷ്ടങ്ങൾ വന്നിട്ടില്ലേ? ഉണ്ട്. കർത്തദാസനെ 60 ദിവസം 2 മാസം
എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ചിട്ട് രാത്രി ഉറക്കമില്ലാതെ വന്നു. 60 ദിവസം ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ അലർജി, ഉറക്കമില്ലാതെ ഭാരപ്പെട്ട് ഞാൻ. അപ്പം ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ തോന്നി. ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഉറങ്ങാതിരുന്ന പ്രശ്നം ഉണ്ടാവും. പക്ഷേ ശരിക്കും എന്നെ വേറൊരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ച വചനങ്ങളും ബൈബിൾ കോളേജിൽ പഠിച്ചതൊന്നുമല്ല, ഞാൻ അതുവരെ പഠിക്കാത്തതും അനുഭവിക്കാത്ത ചില മേഖലയിലേക്ക് ആ ദിവസങ്ങൾ എന്നെ കൊണ്ടുപോയി എന്നെ കർത്താവ് പല കാര്യങ്ങളും പഠിപ്പിച്ചു. ആ 60 ദിവസം ഞാൻ ഉറക്കമിളച്ചത് നഷ്ടമായില്ല, ലാഭമാക്കി ദൈവം മാറ്റി. പല മരുന്നുകളും ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചു, ഒന്നും എനിക്ക് സൗഖ്യം തന്നില്ല. ലാസ്റ്റ് മേടിച്ച ഇംഗ്ലീഷ് കഴിച്ചു, ഹോമിയോ കഴിച്ചു. ഞാൻ ഇതെല്ലാം കൂടി എടുത്തിട്ട് നേരെ ചവറ്റുകൊട്ടിട്ട് വലിച്ചെറിയാൻ കാരണം എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ കുമ്പനാട് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ മരുന്ന് കഴി അത്ര ഇതുള്ള ആളല്ല. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു തലവേദന വന്നു. അപ്പം ഞാൻ പറഞ്ഞ് കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ഞാനിരുന്നു. തലവേദന വന്നിട്ട് പക്ഷേ സൗഖ്യമായില്ല. അന്നേരം ഞാൻ പഠനമുറിയിൽ നിന്ന് എന്നെ കൊണ്ടുപോയി റൂമിൽ കൊണ്ട് കിടത്തി. എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് അവർ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയി. എന്നിട്ട് ബോധം ഇല്ലാത്ത എന്നെ എടുത്ത് കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3 ഇഞ്ചക്ഷൻ ചെയ്തപ്പോഴാണ് ഞാൻ ബോധം വന്ന് എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് ഈ അനങ്ങല്ലേ കിടക്കുന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവർ ചില കാര്യങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം MRI ചെയ്യണം പല കാര്യവും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ഡോക്ടറുണ്ട്, ഞാൻ അവിടെ പോയി ട്രീറ്റ് ചെയ്തോളാം. അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നിർബന്ധം പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർ പിന്നെ നമ്മുടെ ബൈബിൾ കോളേജിലേക്ക് കൊണ്ടുപോകും. ഇവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ എന്നെ വീട്ടിൽ കൊണ്ട് വിടാൻ ഇവർ ഇരിക്കുക. ഇവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് 4ാം നിലയിൽ പ്രയർ റൂമുണ്ട്, നേരെ മേലോട്ട് കയറിയിട്ട് കർത്താവിനോട് പറഞ്ഞു വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം, ഇല്ല എങ്കിൽ അത് വിളിക്കണം. അന്ന് രാത്രി ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാൻ ധൈര്യമായിട്ട് പറയുക, 98-ലാണ് അന്ന് സൗഖ്യമായിട്ട് ഇന്ന് വരെ തലവേദനയ്ക്കൊരു ഗുളിക ഞാൻ കഴിക്കേണ്ടി വന്നിട്ടില്ല. ഈ അനുഭവം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ചൊറിച്ചിൽ മരുന്ന് കഴിച്ചിട്ട് മാറാതെ വന്നപ്പോൾ വലിച്ചാനെല്ലാം കൂടി എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു കർത്താവേ എന്തേലും പ്രയോജനം ഉണ്ടെങ്കിൽ സൗഖ്യമാക്കണം, ഞാൻ മരുന്ന് കഴിക്കത്തില്ലെന്ന് പറയും. അന്ന് രാത്രി ദൈവം എന്നെ സൗഖ്യമാക്കി. അപ്പം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആശ്രയിക്കാൻ തയ്യാറായ അതാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ തന്നെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിൽ ശരണപ്പെടുക എന്നുള്ള ആശ്രയിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പലരും മനുഷ്യരിൽ ആശ്രയിച്ച് പരാജയപ്പെടുമ്പോഴാണ് ദൈവത്തിലേക്ക് ആശ്രയം വയ്ക്കുന്നത്. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് യേശു മതിയായവനാണ്. ഇതുവരെ നടത്തി എൻ്റെ ആളുകളുടെ നടുവിലും ദേശക്കാരുടെ നടുവിലും KK ബാബുവിനെ നടത്തുന്നൊരു ദൈവം ഉണ്ടെന്ന് എനിക്ക് പറയത്തക്ക നിലയിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം തെളിയിച്ചു. ഇനി സ്ഥലം തന്നെന്ന് മാത്രമല്ല, ജനുവരി മാസം 2-ാം തീയതി വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ ദൈവം കഴിയും. എൻ്റെ മൂത്ത മോളും മോനുമാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ അവരെ അവിടെ താമസിപ്പിച്ചിരിക്കുക. 2 ദിവസം ഞാൻ അവരോട് കൂടെ താമസിക്കും. വ്യാഴം, വെള്ളി, ശനി, ഞായറൊക്കെ ഞാൻ പാഴ്സനേജ് നമ്മൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഒരു പാഴ്സനേജും ഒരു നല്ലൊരു ഹോളും ഉണ്ടാകണം. 1000 വിടുവിക്കപ്പെട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വടക്കേ ഇന്ത്യക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിലെ വടക്കേ ഇന്ത്യയാണ് വൈക്കം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര നഗരമാണ്. ഹിന്ദുക്കളാണ് 75%. അവിടെ ഒരു വേല വേണം. അതിന് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഇത് ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവമക്കൾ വൈക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടു. 2ാമത് വിവാഹം കഴിച്ചു. ഇലന്തൂരിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അതിലുള്ള മോളാണ് കെസിയ. ആദ്യത്തെ മോളാണ് രശ്മി ബാബു. അവർ കർത്താവിൻ്റെ വേലയിലാണ്. ഞങ്ങളുടെ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ വൈക്കത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. സെൻ്ററിൻ്റെ പ്രവർത്തനവും അനുഗ്രഹമായിട്ട് പോകുന്നു. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, സർവശക്തനാണ്, സകല കാര്യത്തിനും മതിയായവനാണ്. ഓക്കെ, ഈ സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ 2 ചോദ്യങ്ങളോട് ചോദിക്കുക. ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്തുവാ? സഭാ ശുശ്രൂഷയിൽ സന്തോഷം തരിക എന്ന് പറഞ്ഞാൽ ഈ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ
ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂതിൻ്റെ പ്രാധാന്യതയോ ഒന്നുമല്ല, ദൈവം ഏൽപ്പിച്ച ഒരു കാര്യം ചെയ്തു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് കിട്ടുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്. ഒരു കാര്യം ചെയ്തു, ഇപ്പം തന്നെ എൻ്റെ വീടിൻ്റെ പണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വീടിൻ്റെ പണി ചെയ്യാനായിട്ട് ആദ്യമായിട്ടൊരു മനുഷ്യൻ, അമേരിക്കയിലുള്ള ഒരു സ്നേഹിതനാണ്, 50,000 രൂപ അയച്ചു തന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, പാസ്റ്റർ വലിയ പ്രസംഗമൊക്കെ ചെയ്യുന്ന ആളല്ലേ, വിശ്വാസം പറയുന്ന ആളല്ലേ, കിണർ കുഴിക്ക്, ഇത് ഇലക്ട്രിസിറ്റിയുടെ ലൈൻ എടുക്കുക, എന്നിട്ട് വീട് പണിയൊക്കെ തുടങ്ങണം, എന്നിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരണം എന്ന് പറയുന്ന 50,000 രൂപ. ഈ 50,000 രൂപ വന്ന് അന്ന് എൻ്റെ ചർച്ചിലെ ഒരു സഹോദരി, അന്ന് കിട്ടിയ അന്ന് ഒരു സഹോദരി എന്നിട്ട് സാക്ഷ്യം പറയുക, ദൈവമക്കളോട് സാക്ഷ്യം പറയുക, എൻ്റെ വീട്ടിൽ മഴയുടെ വെള്ളം വല്ലാതെ വന്നിട്ട് ബുദ്ധിമുട്ടിലായിട്ട് ഞങ്ങളുടെ കക്കൂസ് ഇടിഞ്ഞു പോയി, യാതൊരു മാർഗവുമില്ല, ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ സഹോദരിയുടെ ഈ വിഷയം കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കറണ്ട് എടുക്കണോ കിണർ ഒഴിക്കണോ, ഈ സഹോദരി 50,000 രൂപ കയ്യിലിരിക്കുക. ഞാൻ പെട്ടെന്ന് 2 സഹോദരന്മാരെ കൂടി വിളിച്ചിട്ട് പോയി ആ പുള്ളിക്കാരത്തിൻ്റെ കാര്യം ആദ്യമായിട്ട് ചെയ്തു. സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. അന്ന് എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കർത്താവിനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗം മാത്രമല്ലെന്ന് ഞാൻ പറയണം, അതിനകത്തുകൂടി ചെയ്യേണ്ട സുവിശേഷം നമ്മൾ ചെയ്യണം. ഞാനിത് ട്രാക്ട് എഴുതിയിട്ടുണ്ട്. സുവിശേഷം വേറെ ഇപ്പോഴും ഞാൻ ചെയ്യും. പരസ്യത്തിന് പോകും. സെൻട്രൽ ഭാഷ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചകളിൽ പരസ്യത്തിന് പോകുന്ന കൂട്ടത്തിലാണ്. ഇതെല്ലാം ചെയ്യും. പക്ഷേ എൻ്റെ സെൻറ്ററിലുള്ളവരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പറയുന്ന സുവിശേഷത്തെക്കാൾ നാം സുവിശേഷമായി മാറണം. നമ്മൾ സുവിശേഷമാകാത്തിടത്തോളം കാലം നമ്മുടെ സുവിശേഷം അല്ല. ഇനി അടുത്തൊരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ലോകത്തുള്ളവരിൽ ഇല്ലാത്തതുള്ളവനാണ് ക്രിസ്ത്യാനി. ലോകത്തിലുള്ളവരിൽ ഉള്ളവനല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം കോടീശ്വരന്മാരിവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ ദൈവമക്കളാന്ന് പറഞ്ഞാൽ നമുക്ക് കാശുണ്ടെന്ന് പറഞ്ഞാലോ, വീടുണ്ടെന്ന് പറഞ്ഞാലോ, ലോറി ഉണ്ടെന്ന് പറഞ്ഞാലോ, ധനം ഉണ്ടെന്ന് പറഞ്ഞാലോ, അതിനേക്കാൾ 50 ഇരട്ടി 100 ഇരട്ടിയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ലോകത്തിലുള്ളവർക്കില്ലാത്തത് ഉള്ളവനാണ് ക്രിസ്ത്യാനി. അതാ ഞാൻ എൻ്റെ ആശയം അതാണ്. ഇതെല്ലാം ഉണ്ടേല് സമാധാനം ഇല്ലാത്തവനുണ്ട്, ഇവിടെ സന്തോഷിക്കാൻ കഴിയാത്തവരുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് ക്രിസ്തുവാ, കർത്താവാണ്. കർത്താവ് ഉള്ളവൻ എല്ലാം ഉള്ളവന്. എൻ്റെ ജീവിതാനുഭവം ഞാൻ പറയുന്നത്, കർത്താവ് ഉള്ളവൻ എല്ലാം ഉള്ളവന്. യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെന്താ ബുദ്ധിമുട്ട്? ഞാൻ പഠിച്ച കാലത്ത് ഒരു കഥ, ഞാനത് പെട്ടെന്ന് ഓർക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയുക. ഒരു രാജാവ് ഒരു പ്രിയപ്പെട്ടവനോട് ചോദിച്ചു, ഞാൻ എന്താ നിനക്ക് തരണ്ടെന്ന് ചോദിച്ചു. അവൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, രാജാവ് വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കണമെന്ന്. അപ്പോൾ രാജാവ് അന്വേഷിച്ചപ്പോൾ ഇവൻ്റെ വീട് ചെറ്റക്കൂടില്ല. രാജാവിന് ആ വീട്ടിൽ പോയി കിടക്കാൻ പറ്റുമോ? രാജാവ് പെട്ടെന്ന് ഓർഡർ കൊടുത്തു, കൊട്ടാരം പണിതേക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം യേശു എൻ്റെ കൂടെ ഇരിക്കണമെന്ന്. യേശു എൻ്റെ കൂടെ ഇരുന്ന പിന്നെ ഞാൻ വേറെ വല്ലതും പറയണം? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ആവശ്യം ഞാൻ അറിയുന്നതിന് മുമ്പ് കർത്താവ് അറിയത്തില്ലേ? എനിക്ക് നല്ല ധൈര്യമുണ്ട് ആ കാര്യത്തിൽ. അപ്പൊ യേശുവിനെ കൂടെ കൊണ്ടു നടക്കാൻ ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും കഴിയുന്നില്ല. ഇപ്പൊ ഞാനതാ മുമ്പ് പറഞ്ഞ, ഈ നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ പോലും ഈ ആത്മീയ ജീവിതത്തിൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. യേശുവിനെ നമ്മൾ കത്തോലിക്കരെയും ജാക്കോബക്കാരെയൊക്കെ കുറ്റം പറയും, അവര് കർത്താവിനെ ഭിത്തിയിലാണ് ഒട്ടിച്ച് വെച്ചിരിക്കണം, ഫോട്ടോയാണെന്നൊക്കെ. നമ്മളകത്ത് സ്വീകരിച്ച വെട്ടിട്ട് മുറുക്കി വെച്ചിരിക്കുകയല്ലേ, കർത്താവിന് ചെയ്യാനുള്ള അവസരം കൊടുക്കുമോ? അപ്പൊ നമ്മുടെ കർത്താവ് സകലത്തിനും മതിയാവനെന്ന് വിശ്വസിച്ച് കർത്താവിന് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അത്ഭുതങ്ങൾ നടക്കും. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാം, ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ കെ ബാബുവിൻ്റെ ജീവിതാനുഭവങ്ങൾ, ശുശ്രൂഷാനുഭവങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം വൈക്കത്ത് ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുകയും തലയോലപ്പറമ്പ് സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് സഭയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. അത്ഭുതകരമായി അദ്ദേഹം വിശ്വാസാനുഭവത്തിലേക്ക് വന്നു.
അതുപോലെ തന്നെ അത്ഭുതങ്ങളാൽ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ അനുഗ്രഹീതനായ ദേവദാസിനെ പ്രാർത്ഥനകളിൽ ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അനേകർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.